പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി നയന ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. ദേവയാനി നയനനെ പോയി കൂട്ടിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ദേവയാനിയുടെയും നയനയുടെയും ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ലൈക്കും കൂടി ഒന്ന് അടിച്ചേക്കണേ. അങ്ങനെ നമ്മുടെ ദേവയാനി നയനനെ പോയി കൂട്ടിക്കൊണ്ട് അനന്തപുരിയിൽ നയന പഴയതുപോലെ ഇങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പം ഇവരുടെ ഈ സ്നേഹമൊന്നും കണ്ടിട്ട് നമ്മുടെ അനാമികയ്ക്കും രേവതിക്കും അതുപോലെ തന്നെ ജയന്തിക്കും ഒന്നും തീരെ താല്പര്യം വരുന്നില്ല കേട്ടോ. ജലജയുടെയും അഭിൻ്റെയും കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ. അങ്ങനെ നമ്മുടെ നയന ഒരു ദിവസം നമ്മുടെ ദേവയാനിയോട് ചോദിക്കുകയാണ്, അമ്മ ഇന്ന് എന്താണ് കറി വെക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, മോളെ ഇന്ന് പച്ചക്കറി മാത്രം വെച്ചാൽ മതി, മീനൊന്നും വെക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ തന്നെ കഷ്ടപ്പെടേണ്ട, ഞാനും നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം എന്ന് പറയുമ്പോൾ നയന പറയാണ്, വേണ്ട അമ്മേ, അമ്മയ്ക്ക് ഒന്നാതെ തലവേദനയാണെന്ന് പറഞ്ഞിരുന്നില്ലേ, അമ്മ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ ഒരു ജ്യൂസും കൂടി എടുത്തോണ്ട് വരാം, അമ്മ പോയി കിടക്ക്, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നവ്യച്ചനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് നയന ദേവയാനീനെ റൂമിലേക്ക് അയക്കുകയാണ്. പിന്നീട് നയന ഇരുന്ന് സാമ്പാറും അവിയലും തോരനും ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെക്കാനാണ് ദേവയാനി നയനയോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ വേണു രേവതി അനാമിയുടെ അടുത്തേക്ക് കുറച്ച് മീൻ കൊണ്ടു കൊടുത്തിട്ട് പറയാണ്, രേവതി ഞാൻ ഒരുപാട് ദിവസമായി ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്, നീ ഇവിടെ ആയതുകൊണ്ട് എൻ്റെ ഭക്ഷണം കഴിപ്പൊന്നും അങ്ങ് ശരിയാവുന്നില്ലടി, നീ ഇത് കൊണ്ടുപോയിട്ട് കറി വെച്ചിട്ട് വാ, നല്ല മീനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ, മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, എനിക്കെങ്ങും വയ്യ, എനിക്കാണെങ്കിൽ ഈ മീൻ്റെ നാട്ടം തന്നെ ഇഷ്ടമല്ല, നിങ്ങളിത് എടുത്തോണ്ട് പോ എന്ന് പറയുന്നുണ്ട്. അപ്പം വേണു നമ്മുടെ അനാമികയോട് പറയാണ്, മോളെ നീ അച്ഛന് വേണ്ടിയിട്ട് ഇത് ഒന്ന് കറി വെച്ച് താടി, ഞാനൊന്ന് നല്ലോണം വയറ് നിറച്ച് ചോറുണ്ണട്ടെ എന്ന് പറയുമ്പോൾ അനാമിക പറയാം, എന്നെക്കൊണ്ടൊന്നും വയ്യ, അച്ഛന് വേറെ പണിയൊന്നുമില്ല, വേണമെങ്കിൽ അച്ഛൻ തന്നെ പോയി വെക്ക് എന്ന് പറയാണ്. അപ്പം വേണു പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റത്തില്ലെങ്കിൽ ഇവിടെ ആ വേലക്കാരിയില്ലേ നമ്മുടെ ആദർശിൻ്റെ ഭാര്യ, അവളോട് പറഞ്ഞിട്ട് ഇതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് പറ, ഇന്ന് മോളെ ഇത് കൊണ്ടുപോയി അവളുടെ കൈ കൊടുക്കുക എന്ന് പറഞ്ഞ് അനാമികയുടെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ അനാമിക അത് മേടിച്ചുകൊണ്ട് നമ്മുടെ നയനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയോട് പറയാണ്, എടി എൻ്റെ അച്ഛന് വിശന്നിട്ട് മേല, വേഗം അരമണിക്കൂറിനുള്ളിൽ ഈ മീൻ വെട്ടി നല്ല വൃത്തിക്ക് കറി വെക്കണം, നീ പെട്ടെന്ന് തന്നെ കറി വെച്ചുകൊണ്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ എൻ്റെ അച്ഛന് ഫുഡ് കൊണ്ട് കൊടുത്തോളാം, പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിനക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നയന അനാമികയോട് പറയുന്നുണ്ട്, അനാമിക ഇന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് മീനൊന്നും വെക്കണ്ട, പച്ചക്കറി വെച്ചാൽ മതി, ഇവിടെയാണെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് സാമ്പാറും അവിയലും തോരനുമാണ്, നീ ഇത് കൊണ്ടുപോയി നിൻ്റെ അച്ഛന് കൊടുക്കുക എന്ന് പറയുമ്പം അനാമിക നമ്മുടെ നയനയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നയന എന്നിട്ട് അനാമികയോട് പറയാണ്, ശരി നീ ഇനി ബഹളം വെക്കണ്ട, ഞാൻ വെച്ചോളം കറി ഇങ്ങ് കൊണ്ടാ മീൻ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. ഇതിനിടയിലേക്ക് രേവതി വരുന്നുണ്ട്. രേവതി എന്നിട്ട് വന്നിട്ട് പറയാണ്, നീ വെക്കുന്ന മീൻ വലിയ ടേസ്റ്റ് ഉള്ളതുകൊണ്ടൊന്നും അല്ല, നിൻ്റെ ഫുഡ് എനിക്ക് അത്ര പോലും ഇഷ്ടമല്ല, പിന്നെ നീ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ഇവിടെയാണെങ്കിൽ വേലക്കാരിയും ഇല്ല, ഇപ്പം അതിൻ്റെ സ്ഥാനത്ത് നീയാണല്ലോ, അതുകൊണ്ട് നിന്നെ കൊണ്ട് ഈ കറി വെപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ മീൻ മേടിച്ചുകൊണ്ട് വന്നത്, വെറുതെ ഇരുന്ന് നിനക്ക് ഇച്ചിരി തടി കൂടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയും രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്ക് വിഷമം വരുന്നുണ്ട്. അങ്ങനെ നയന കറി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും അങ്ങോട്ട് നമ്മുടെ ദേവയാനി വരികയാണ്. ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ മീനിൻ്റെ ഒരു മണം, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്ന് മീനൊന്നും വേണ്ട പച്ചക്കറി മതിയെന്ന്, എന്നിട്ട് നീ എന്തിനാ മീൻ കറി വെക്കുന്നത് എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, അമ്മേ ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, അത് അനാമികയുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അച്ഛന് മീൻ കൂട്ടി ചോറുണ്ണണമെന്ന് പോലും, അതുകൊണ്ട് രേവതി അമ്മയും അനാമികയും കൂടെ എനിക്കിത് കൊണ്ടു തന്നതാണ് കറി വെക്കാൻ വേണ്ടിയിട്ട്. ഓഹോ, അവർ നിന്നെ കൊണ്ടാണ് കറി വെപ്പിക്കുന്നത്, നിന്നോട് ആര് പറഞ്ഞു അവരുടെ ഈ ദാസ്യപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ വേറെ ആരും പറയുന്നത് കേൾക്കണ്ട, പ്രത്യേകിച്ച് അവർ പറയുന്നത് കേൾക്കണ്ട എന്നുള്ള കാര്യങ്ങൾ, നീ എന്തിനാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട് കേട്ടോ, രേവതിയമ്മയും അനാമികയും കൂടെ നിർബന്ധിച്ചപ്പം ഞാൻ ചെയ്തതാണ് അമ്മേ, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രേവതിയും അനാമികയും കൂടെ നയനനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്, ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ദേവയാനി അനാമികയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നീ എന്ത് അധികാരത്തിലാണ് എൻ്റെ മോളോട് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് മീൻകറി വെക്കാൻ വേണ്ടി പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അനാമിക പറയാണ്, എന്നെ പോലെ അച്ഛൻ വിശന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മീനിൻ്റെ മണവും
ഒന്നും ഇഷ്ടമല്ല, ഞങ്ങളുടെ കൈ വൃത്തികേടാകും എന്നൊക്കെ പറയാണ്. അപ്പം ദേവയാനി പറയാണ്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എൻ്റെ മോളെ നിങ്ങൾക്കൊന്നും അടിമപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ ആദർശിൻ്റെ ഭാര്യയാണ്. ആദർശിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വന്നിരിക്കുന്നത്. നിനക്കും നിൻ്റെ അമ്മയ്ക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛന് വെച്ച് വിളമ്പി കൊടുക്കണം. രേവതി, നിൻ്റെ ഭർത്താവിന് വെച്ച് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മോള് വന്നിരിക്കുന്നത്. അന്നേരം രേവതി പറയാണ്, മതി ദേവേച്ചി, ഞാൻ തന്നെ വെച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി മീൻകറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെക്കാൻ കൊള്ളത്തില്ലാത്ത ആ കറി അബദ്ധം പറ്റിയതുപോലെ ആട്ടോ വേണു കഴിച്ചു തീർത്തത്. എന്തായാലും ഇത്രയും ചുരുക്കത്തിൽ പത്തരമാറ്റിൻ്റെ കഥ കേൾക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.